പാർവതി പുത്തനാറിന്റെ തീരങ്ങളിൽ കഴിയുന്ന ജനങ്ങൾ ദുരിതം പേറാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. കാലവർഷം തുടങ്ങിയതോടെ വീണ്ടും ദുരിതത്തിലായി പ്രദേശവാസികൾ. സമീപവാസികളെയും പാർവതി പുത്തനാറിനെയും കോർപ്പറേഷൻ മറന്ന മട്ടിലാണ്. ഇങ്ങനെ കറുത്ത് കരിയോയിൽ പോലെ പ്ലാസ്റ്റിക് മൂടിക്കിടക്കുന്നത് വേറെ എവിടെയുമല്ല, പാർവതി പുത്തനാറിലാണ്. മാലിന്യമുക്ത നവകേരള പ്രഖ്യാപന നടപടികൾക്കിടെ അധികൃതരുടെ കൺമുന്നിൽ തിരുവല്ലത്ത് മാലിന്യവാഹിനിയായി പാർവതി പുത്തനാർ. പാർവതി പുത്തനാറിൻ്റെ ഇതിൻ്റെ വേസ്റ്റ് ഒഴുകി പോകേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തൂടെ പോയി പടിഞ്ഞാറ് ഭാഗത്ത് കടലിൽ പോന്ന് ചേർന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഇപ്പോൾ കടലടിച്ച് മണ്ണ് നികന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് മണ്ണ് മാറ്റാനുള്ള ഓർഡർ തന്നെ കളക്ടറേറ്റിൽ നിന്ന് ഉണ്ടായിട്ട് പോലും അത് ഇതുവരെയ്ക്ക് മാറ്റിയിട്ടില്ല. ഈ മുഖ്യ സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വേണ വെള്ളമാണ് ഇത്രയും ഇങ്ങനെ കറുത്ത് കിടന്ന് സ്മെല്ലും ആൾക്കാർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റാതെയും. ക്ഷേത്രത്തിൽ എൻ്റെ അടുത്തൊരു തിരുവല്ല ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിലും ഈ വെള്ളം ഒഴുകി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കണം. അവിടെ ഇതേപോലെ തന്നെ നല്ല വേസ്റ്റൊക്കെ കിടന്ന് വെള്ളം ഒഴുകി പോകാത്തതാണ് ഇങ്ങനെ കിടക്കുന്നത് തന്നെ. ആ വെള്ളം ഒഴുകി പോകേണ്ട സമയത്ത് നേരത്തെ ഇങ്ങനെ പരാതി പ്രകാരം ഇവിടെ നാട്ടുകാർക്കെല്ലാം അറിയാം. പരാതി കൊടുത്തിട്ട് പ്രകാരമാണ് അന്ന് കളക്ടറേറ്റിൽ നിന്ന് ഓർഡർ ഉണ്ടായിരുന്നു ഇങ്ങനെ ആറ് തുറന്നു വിടണമെന്ന്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഇടയാർ ഭാഗത്ത് പായലും പ്ലാസ്റ്റിക്കും ശുചിമുറി മാലിന്യം ഉൾപ്പെടെ നിറഞ്ഞ് ഒഴുക്ക് പൂർണ്ണമായി നിലച്ച നിലയിലാണ് പുത്തനാർ. ജലമൊഴുക്ക് നിലച്ച ആറിന്റെ മധ്യഭാഗത്ത് വൃക്ഷങ്ങൾ തഴച്ചു വളരുന്ന കാഴ്ചയും കാണാം. കരമന കിള്ളിയാറുകളിലേക്ക് ഒഴുകിച്ചേരുന്ന നിലയിലായിരുന്നു മുൻപ് പുത്തനാർ. വർഷങ്ങളായി മാലിന്യം തള്ളാനുള്ള ഇടമായി പാർവതി പുത്തനാർ മാറി. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കൂടാതെ ശുചിമുറി മാലിന്യവും ഇതിലേക്കാണ് ഒഴുക്കുന്നതെന്നും പരാതിയുണ്ട്. ഇരുദിശകളിലേക്കും ഒഴുകുന്ന അപൂർവ തോടുകളിലൊന്നാണ് പാർവതി പുത്തനാർ. ഇപ്പോൾ പാർവതി പുത്തനാറിന്റെ അവസ്ഥ ഇതാണ്. കുളവാഴകളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വെള്ളക്കെട്ടാണ്. ആ വഴി നമ്മളെ തുറന്നു വിടാനും താമസിക്കുന്നില്ല വെള്ളം. ഈ വഴി വെള്ളം പോകാതെ ഈ അഴുക്കുകൾ ഇങ്ങനെ കിടന്ന് നമുക്കിവിടെ ഉള്ളവർക്ക് ഒരുപാട് അസുഖവും ബുദ്ധിമുട്ടുകളുമാണ്. ഇത്രയും ഇപ്പം നിങ്ങൾ വന്നപ്പോൾ കണ്ട അതിൻ്റെ സ്മെല്ലും ഈ കാട് പിടിച്ച് കിടക്കുന്ന കണ്ടല്ലോ. അത്രയും കൊതുവും ശല്യങ്ങളും പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്. വയസ്സായവർക്ക് തന്നെ പോകാനും വരാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് വർഷം കൊണ്ട് ഇതിങ്ങനെയാണ്. നാടൊട്ടുക്ക് ശുചീകരണവും മാലിന്യ നിർമ്മാർജ്ജന യജ്ഞവും അരങ്ങേറുമ്പോൾ നഗരാതിർത്തിയിലെ ഈ മാലിന്യവാഹിനിയുടെ ശുചീകരണം നഗരസഭാ അധികൃതർ മറന്ന മട്ടാണ്. മഴക്കാല ശുചീകരണ പ്രവർത്തനം തിരുവല്ലമാടിൽ സംബന്ധിച്ച് തിരുവല്ലമാടിൻ്റെ ഈ ഭാഗം തിരുവല്ലമാടും ഈ ഭാഗം പുത്തമ്പള്ളി വാർഡുമാണ്. ഈ പുത്തമ്പള്ളി വാർഡിലുള്ള ഈ കൗൺസിലറാണ് ഈ പാർവതി പുത്തനാർ ശുചീകരിക്കേണ്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. തിരുവല്ലമാടിൻ്റെ കൗൺസിലർ ഈ തിരുവല്ലമാടിൻ്റെ ഭാഗങ്ങളിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തുമ്പോൾ അവിടെ ഈ പാർവതി പുത്തനാർ വരുന്ന ഈ പുത്തമ്പള്ളി വാർഡിലുള്ള കൗൺസിലറോ പൂന്തറ മാണിക്യവിളാകം വാർഡിലെ കൗൺസിലർമാരോ ഈ പാർവതി പുത്തനാറിനെ സംരക്ഷിക്കാനോ ഒന്നിനും തയ്യാറാകുന്നില്ല. അടുത്ത കാലത്തൊന്നും ഈ ഭാഗത്ത് ശുചീകരണ നടപടികൾ ഉണ്ടായിട്ടില്ല. മുൻപ് ആറിൽ നിന്നുള്ള മലിനജലം കരമന കിള്ളിയാറിലേക്ക് കലർന്ന് ജലത്തിന്റെ നിറം തന്നെ മാറിയിരുന്നു. പ്രമുഖ തീർത്ഥഘട്ടമെന്ന നിലയ്ക്ക് തിരുവല്ലത്തെ ഈ സ്ഥിതി വലിയ പരാതിക്കിടയാക്കിയിരുന്നു. എന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ പുത്തനാറിന്റെ ഈ ഭാഗത്തെ ശുചീകരണത്തിന് നടപടിയെടുത്തില്ല. വർഷങ്ങൾക്ക് മുൻപ് നീന്തൽ പരിശീലനം, ഉല്ലാസ ബോട്ട് സർവീസ്, ഓണക്കാലത്ത് ജലോത്സവം എന്നിവ തിരുവല്ലത്ത് നടത്തിയിരുന്നു. ആറിലെ മാലിന്യാവസ്ഥയെ തുടർന്ന് ഇതൊക്കെ നിന്നുപോയി. പാർവതി പുത്തനാർ മാലിന്യം യഥേഷ്ടം തള്ളാനുള്ള ഇടമാകുന്നു എന്നത് അധികൃതർക്ക് ഗൗരവ സംഭവമേ ആകുന്നില്ലെന്നതും ശ്രദ്ധേയം. ജനം, തിരുവനന്തപുരം.